ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് പ്രൊട്ടസ്റ്റ്, അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് റീൽസുകൾ, ചർച്ചകൾ, അതൊക്കെയാണല്ലേ. ഓക്കെ, അതെന്താണെങ്കിലും സത്യവും നീതിയും ധർമ്മവും മാത്രം നടപ്പിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇന്നത്തെ വിഷയം നമ്മുടെ ഇതേ അല്ല കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ കർക്കിടക മാസം കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് മുതൽ വെഡ്ഡിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യാണല്ലേ. അപ്പോൾ ബ്രൈഡ്സിനും അതുപോലെ തന്നെ ബ്രൈഡ്സിൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കാരണം ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു ഫേഷ്യലോ ക്ലീനപ്പോ ചെയ്യാത്തൊരു ബ്രൈഡ് വെഡ്ഡിങ്ങിന് 2 ദിവസം മുമ്പ് വന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് ബുക്കിങ്ങിന് വരുമ്പോൾ തന്നെ ചോദിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. കാരണം നിങ്ങൾ ആദ്യമായിട്ടൊരു ഫേഷ്യലോ ക്ലീനപ്പോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. അതിപ്പോൾ എന്ത് തന്നെ ബ്രാൻഡായാലും എന്ത് തന്നെ പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. ഫംഗ്ഷന് 1, 2, 3 മാസം മുമ്പെങ്കിലും വന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന പോലെ, അതായത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ വരുമോ എന്നറിയാനെങ്കിലും ഒരു ക്ലീനപ്പെങ്കിലും ചെയ്ത് നോക്കണം എന്ന് ഞാൻ എൻ്റെ എല്ലാ ബ്രൈഡ്സിനോടും പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബ്രൈഡൽ മേക്കപ്പ് ബുക്ക് ചെയ്ത് ആ ബ്രൈഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല, അതായത് വെഡ്ഡിങ്ങിൻ്റെ ടൈമിലല്ലാതെ നിങ്ങൾ 1, 2, 3 മാസം മുമ്പെങ്കിലും വന്നൊരു ക്ലീനപ്പോ ഫേഷ്യലോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പിന്നീട് ഒരു ബുദ്ധിമുട്ട്, അതായത് ഫേഷ്യൽ ചെയ്തതിൻ്റെ പേരിൽ പിമ്പിൾസ് വന്നു അല്ലെങ്കിൽ സ്കിന്നിൽ റെഡിഷ് ആയി, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബ്രൈഡ്സ് വെഡ്ഡിങ് ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും അല്ലേ. ഓക്കെ, ഡോക്ടറെ അടുത്ത് പോകുന്നത് വളരെ നല്ല കാര്യമാണ്, ഞാനും പറയാറുണ്ട് അവരോട്. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ വെഡ്ഡിങ്ങിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് ഒരാഴ്ച മുമ്പ് പോലും നിങ്ങൾ പീലിംഗ് ചെയ്യരുത്. സ്കിൻ പീലിംഗ് ആയിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ സമയത്തായിരിക്കും നമ്മുടെ സ്കിൻ പീലാവുന്നത്, അല്ലെങ്കിൽ ആ വെഡ്ഡിങ്ങിൻ്റെ ഡേക്കോ അതിൻ്റെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ സ്കിൻ പീലായി പോകുന്നത്. അപ്പോൾ മേക്കപ്പിനെ വളരെയധികം നെഗറ്റീവായിട്ട് അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയണമെന്ന് കരുതിയത്, ചില ബ്രൈഡ്സ് ഇവിടെ ബ്രൈഡൽ മേക്കപ്പ് ബുക്ക് ചെയ്യാനല്ലാതെ ചിലപ്പോൾ ബ്രൈഡൽ സർവീസ് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പോൾ പെഡിക്യൂർ, മാനിക്യൂർ, വാക്സിങ് അങ്ങനെയുള്ള സർവീസ് ചെയ്യാൻ വരും. അപ്പോൾ അവരോട് ഫേഷ്യൽ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, വേണ്ട, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഫേഷ്യലും ക്ലീനപ്പ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുറേ കുട്ടികൾ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല. കാരണം പുതിയ ബിഗിനേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനപ്പ് ആണെങ്കിലും ഫേഷ്യൽ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് അല്ലേ. വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പിന് അത്രയും ക്വാളിറ്റി കൂടെയുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഫേഷ്യൽ ചെയ്യണ്ട എന്ന് പറയുന്ന ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ എല്ലാ ബ്രൈഡ്സും ശ്രദ്ധിക്കുക. ഒരിക്കൽ പോലും നിങ്ങൾ എന്താ പറയുക, കല്യാണത്തിന് 1, 2 ദിവസം മാത്രമല്ലാതെ ആദ്യം ഒരു മാസം മുമ്പെങ്കിലും ഒരു ക്ലീനപ്പ് ചെയ്ത് നോക്കുക. സൈഡ് എഫക്റ്റോ അലർജിക്കോ ഒന്നുമില്ല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ഫേഷ്യലോ ക്ലീനപ്പോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു.